വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിൻ്റെയും മകനായി 1952 ഓഗസ്റ്റ് 12 ചെന്നൈയിൽ ജനിച്ച സീതാരാമറാവുവിനെ ഒരു ഡോക്ടറാക്കാൻ അമ്മയും എഞ്ചിനീയറാക്കാൻ അച്ഛനും ആഗ്രഹിച്ചു. എന്നാൽ കുടുംബത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് തിളയ്ക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ചൂടിനൊപ്പം ഒരു പോരാളിയായാണ് യെച്ചൂരി വളർന്നത്. ആദ്യം പേരിനൊപ്പമുള്ള ജാതിവാല് ഉപേക്ഷിച്ച് നിലപാടുറപ്പിച്ചു. തെലങ്കാനയുടെ തെരുവീഥികൾ കലാപമുഖരിതമായ തെലങ്കാന പ്രക്ഷോഭകാലത്ത് നൈസാം കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന യെച്ചൂരി കലാലയങ്ങളിലെ പ്രക്ഷോഭങ്ങൾക്കൊപ്പം പഠിപ്പ് മുടക്കി തെരുവിലിറങ്ങി. എല്ലാ പരീക്ഷകളിലും റാങ്കോടെ പാസ്സായ മിടുക്കനായ വിദ്യാർത്ഥി ക്ലാസ് മുറികൾക്ക് പുറത്തുനിന്നും ലോകം പഠിച്ചു. ഇന്ത്യൻ ജനതയുടെ ജീവിത പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്ത യെച്ചൂരി സമരങ്ങളെയാണ് സിലബസുകളായി കണ്ടത്. പ്രബന്ധങ്ങളെക്കാൾ വലുത് പ്രക്ഷോഭങ്ങളെന്ന് തിരിച്ചറിഞ്ഞു. JNUവിലെ പഠനകാലം യെച്ചൂരിയുടെ മൂർച്ച കൂട്ടി. SFIയുടെ നേതൃനിരയിലേക്ക് യെച്ചൂരി വളർന്നു. അടിയന്തരാവസ്ഥയടക്കമുള്ള 70കളിലെ കലുഷിതമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തലസ്ഥാന നഗരം തീപാറിയ സമരങ്ങൾക്ക് വേദിയായപ്പോൾ ആ പ്രക്ഷോഭങ്ങളുടെയെല്ലാം മുന്നണി പോരാളികളിൽ ഒരാളായി യെച്ചൂരി നിലകൊണ്ടു. അറസ്റ്റും പോലീസ് മർദ്ദനവും ജയിൽവാസവുമെല്ലാം അനുഭവിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും JNUവിൻ്റെ ചാൻസലറായി തുടർന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പ്രതിഷേധിച്ച യെച്ചൂരിയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും രാഷ്ട്രീയ മേൽവിലാസങ്ങളിലൊന്നാണ്. 2005 മുതൽ 2017 വരെയുള്ള കാലത്ത് രാജ്യസഭാ അംഗമായി പാർലമെൻറ്റിലും കരുത്തോടെ ജ്വലിച്ചു നിന്നു. അടിത്തട്ടിലെ മനുഷ്യരുടെ ശബ്ദമായി നിലകൊണ്ടു. എണ്ണമറ്റ തൊഴിലാളി സമരങ്ങൾ, കർഷക പ്രക്ഷോഭങ്ങൾ, ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായ ചെറുത്തുനിൽപ്പുകൾ, കോർപ്പറേറ്റ് അതിക്രമങ്ങൾക്കെതിരായ ജനകീയ പ്രതിരോധങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയ സമരങ്ങളിലെല്ലാം ഉപാധികളില്ലാത്ത സാന്നിധ്യമായിരുന്നു യെച്ചൂരി എന്ന സമരപ്രതീകം. മുഖ്യധാര ഇടതുപക്ഷം വലതുപക്ഷവൽക്കരിക്കപ്പെടുന്നു എന്ന ശക്തമായ വിമർശനങ്ങൾക്കിടയിലും ആശയങ്ങൾ കൈവിടാത്ത നേതാവെന്ന ഖ്യാതിയോടെ യെച്ചൂരി ഒരു രാഷ്ട്രീയ പാഠപുസ്തകമായി നിലകൊണ്ടു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി CPIMൻ്റെ മാത്രമല്ല ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ കൂടി സൈദ്ധാന്തിക മുഖമായിരുന്നു യെച്ചൂരി. ഫാസിസത്തിനെതിരായ പോരാട്ടങ്ങളിൽ പക്ഷേകളില്ലാത്ത രാഷ്ട്രീയ പക്ഷമായിരുന്നു യെച്ചൂരി. ഉത്തമ കമ്മ്യൂണിസ്റ്റായ ആരുമില്ലെന്നും നല്ല കമ്മ്യൂണിസ്റ്റാകാനുള്ള പോരാട്ടമായിരിക്കണം ജീവിതമെന്നും പറഞ്ഞുവെച്ച യെച്ചൂരി ഈ കാലത്തെ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റായി തന്നെ വിടവാങ്ങി. പോരാടുന്ന ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയ ശബ്ദമായിരുന്ന സീതാറാം യെച്ചൂരിക്ക് വിട.